സാഹചര്യമുണ്ട്. 96 മണ്ഡലങ്ങളിൽ കേരളത്തിന് പുറമെ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇന്ന് തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 3 മണി വരെ 37% പോളിംഗ് ആണ് ദേശീയ തലത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെ പി അഭിലാഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. അഭിലാഷ്, 37% എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൽ പെർസെന്റേജ് 50ഉം 55ഉം ഒക്കെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ 58 വരെ വയനാട്ടിലെത്തിയ സാഹചര്യമുണ്ട്. ദേശീയ തലത്തിലെ കണക്ക് നോക്കുമ്പോൾ ഈ മൂന്നാം ഘട്ടത്തിലെ പോളിംഗിനെ എങ്ങനെ വിലയിരുത്തണം? കാര്യമായ രീതിയിലുള്ള ഒരു കുറവാണോ കൂടുതലാണോ രേഖപ്പെടുത്തിയിരിക്കുന്നത്? രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ കനത്ത പോളിംഗ് തുടരുമ്പോഴും ഞാനിപ്പോൾ പറയാൻ പോകുന്ന കണക്കുകൾ ഔദ്യോഗികമായി ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നതാണ്. നമുക്കറിയാം, രാജ്യവ്യാപകമായി ഇന്ന് 116 ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നു എന്നുള്ളത് പ്രധാനമായും ഇന്ന് കേരളത്തിലും ഗുജറാത്തിലുമാണ്. കർണാടകത്തിലെ 14 സീറ്റുകളിൽ കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടെ ദക്ഷിണേന്ത്യയിൽ വോട്ടെടുപ്പ് സമാപിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലേത് ഉൾപ്പെടെയുള്ള കണക്കുകൾ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകിയ കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വിടുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു പറയുന്നത്. അത് പ്രകാരം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം പോളിംഗ് നടന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് 3 മണി വരെ പശ്ചിമ ബംഗാളിൽ 52% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതായി. ആ സംസ്ഥാനത്തെ 5 ലോക്സഭാ സീറ്റുകളിലാണ് ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായ അക്രമ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്നു. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് നേരെ ഇഷ്ടിക കൊണ്ട് എറിയുന്ന പശ്ചാത്തലം പോലും ഉണ്ടായിരുന്നു. പശ്ചിമ ബംഗാളിൽ ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകളാണ് ഞാൻ പറയുന്നത്. 52% ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 52% എന്നതാണ് ഏറ്റവും കൂടുതൽ. അവിടെ കേരളത്തിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച്, ദേശീയ തലത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 39% വോട്ടുകൾ മാത്രമാണ്. ഈ നിലയിലുള്ള കണക്ക് കൂടിയാണ് എന്നുകൂടി രഞ്ജിത്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. അസമിൽ 46%, ഛത്തീസ്ഗഡിൽ 37% വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ദാദ്ര നഗർ ഹവേലിയിൽ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 37% പോളിംഗ് നടന്നിട്ടുള്ളത്. ഗോവയിൽ 45%, ഗുജറാത്തിൽ 39% എന്നിങ്ങനെ വോട്ടിംഗ് നിര മുന്നോട്ട് പോകുമ്പോൾ ജമ്മു കാശ്മീരിൽ താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ് ഈ ഘട്ടത്തിലുമുള്ളത്. 10%-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ ജമ്മു കാശ്മീരിൽ 3 മണി വരെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. ഈ നിലയിലുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ ത്രിപുര ഈസ്റ്റിലെ തെരഞ്ഞെടുപ്പ് 2ാം ഘട്ടത്തിലായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് 3ാം ഘട്ടത്തിലേക്ക് മാറ്റുകയായിരുന്നു. ത്രിപുരയിലെ വോട്ട് ശരാശരി 3 മണി വരെ 44% എന്നുള്ളതാണ്. ഉത്തർപ്രദേശ്, ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഉത്തർപ്രദേശിൽ താരതമ്യേന ഈ 3ാം ഘട്ടത്തിൽ പോളിംഗ് ശതമാനം കുറവാണ് എന്നതും എടുത്തു പറയേണ്ടതുണ്ട്. 30%-ൽ താഴെ വോട്ടർമാർ മാത്രമാണ് 3 മണി വരെ ഔദ്യോഗികമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഇത് ഔദ്യോഗികമായി അതാത് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ നൽകുന്ന കണക്കുകൾ പ്രകാരമുള്ള ഒന്നാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒഫീഷ്യലായ ഒരു കണക്ക് നാളെയോ മറ്റന്നാളോ ആയിരിക്കാം പുറത്തു വരുന്നത്. അപ്പോൾ മാത്രമായിരിക്കും എത്രത്തോളം ഉയർന്ന കനത്ത ഒരു പോളിംഗ് തന്നെയാണ് ഓരോ സംസ്ഥാനങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അതേസമയം കേരളത്തിൽ കനത്ത പോളിംഗ് എന്ന് നമുക്ക് കേരളത്തിൽ നിന്ന് അവിടെ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ കൂടി അടിസ്ഥാനമാക്കി നമുക്ക് പറയാനും സാധിക്കും. എന്തായാലും രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഈ 3ാം ഘട്ടത്തിൽ നടക്കുന്നത്. കാരണം 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ഇന്നാണ്. 116 സീറ്റുകളിലേക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിലും കർണാടകത്തിലും വോട്ടിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണേന്ത്യ പൂർണ്ണമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നത്. ഒപ്പം വടക്ക് കിഴക്കൻ മേഖലയിലേക്ക് പോയാൽ അവിടെ അസമിൽ മാത്രമായിരുന്നു തെരഞ്ഞെടുപ്പ് അവശേഷിച്ചിട്ടുള്ളത്. അസമിലെ 5 ലോക്സഭാ സീറ്റുകളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അസമിലെ 5 മണ്ഡലങ്ങളിൽ കൂടി വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി വടക്ക് കിഴക്കൻ മേഖല, നോർത്ത് ഈസ്റ്റ് മേഖല പൂർണ്ണമായും വോട്ടെടുപ്പ് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ ഗുജറാത്തിലെ 26 സീറ്റുകളിലേക്കും ഗോവയിലെ 2 സീറ്റുകളിലേക്കും ഛത്തീസ്ഗഡിലെ 7 സീറ്റുകളിലേക്കും ഇപ്പോൾ